അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കപ്പ മാന്തൽ ചടങ്ങിലായിട്ട് കിടക്കുകയാണ്. ഇദ്ദേഹത്തിനാണ് പ്രസാദ്. ഉദ്ദേശം എത്ര നാളെടുത്തു കപ്പ ഇത്രയും വലുതാണ്? കപ്പ ഇത്രയും വലുതാകാനായിട്ട് പിന്നെ ഒരു 4 മാസം. ഈ കപ്പ ഇത്ര നല്ല നേരിട്ട പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്? നേരിട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എലി ശല്യം ഭയങ്കരമാണ് സാറേ. ഈ എലിയെ നമ്മൾ എന്തെല്ലാം ചെയ്താലും എലിയെ കൊല്ലാനുള്ള കാര്യം വലിയ പാടാണ്. ഞാൻ ഒരുപാട് പൈസ മുടക്കിയത് കണ്ടില്ലേ, അതിൻ്റെ ചുറ്റും ഞങ്ങൾ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് വഴിയെ പോയി നോക്കാം. ആദ്യം വിഷം വെച്ച് കപ്പ ഇത് ഈ മണ്ണ് നല്ല എന്താണ് ആ എലി വരാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന്? ഈ പിന്നെ ഇവിടെ ഇതിൻ്റെ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ പിന്നെ കുറച്ച് കല്ലുകളും അതുമൊക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ മാളത്തിനടിയിൽ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഈ മതിലിൻ്റെ അടിയിൽ കൂടെ ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്. അത് അടുത്ത പുരയിടത്തിൽ കൂടെ അവിടെ ഈ കപ്പപ്പത്തലൊക്കെ ഇട്ടിട്ടുള്ള കാരണം അത് തിന്നാൻ വേണ്ടിയിട്ട് എലി വരും. അതല്ലാതെ എന്തെങ്കിലും രാസവളങ്ങൾ പ്രത്യേകം മണ്ണിലുള്ളതുകൊണ്ടാണോ അതോ വളത്തിൻ്റെ ആണോ? കൂടുതൽ വളങ്ങൾ ഇത് രാസവളമൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ പറമ്പിൽ ഒരുപാട് ഈ വിരകളുണ്ട് മണ്ണിൽ. അപ്പോൾ അത് തിന്നുക എന്നുള്ളത് ഈ വാഴകളുടെ ചൂടിൽ മറ്റേതിൻ്റെ ചൂടിലൊക്കെ വന്ന് മാന്തം പോലെല്ലാം കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടി വരുന്നത് കഴിഞ്ഞപ്പോഴാണ് ഇവന് ഈ കപ്പ ഇങ്ങനെ തിന്ന് ചാണകമൊക്കെ ഇട്ടിരുന്നത്. ചാണകമൊക്കെ ഇട്ടതാണ് ഏറ്റവും വലിയ കുഴപ്പം. ചാണകം ഇട്ടതിന് ശേഷമാണ് എലി വരാൻ തുടങ്ങിയത്. അപ്പോൾ ചാണകം ഇട്ട് കഴിഞ്ഞാൽ ചൂട്ടിൽ ഒരുപാട് വിരകളുണ്ടാകും. ഈ വിരകളെ തിന്നാനായിട്ടാണ്. ഈ ചാണകം ഇട്ടാൽ എലി വരും എന്നുള്ളത് പൊതുവെ ആൾക്കാരുടെ ഇടയിലൊരു വെള്ളമാണ്. ആൾക്കാരുടെ അങ്ങനെയല്ല, ചാണകം ഇട്ടാൽ വരും എന്നുള്ളത് ശരിയാണെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ അനുഭവത്തിലും തെളിഞ്ഞു. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. അതെ. എന്നാലും കപ്പ ഇത്രത്തോളം വളർന്നു കിട്ടിയല്ലേ? നമ്മുടെ മനസ്സിലിരുന്ന രീതിയിലുള്ള വളർച്ചയായില്ല. ഉദ്ദേശം എത്രത്തോളം കപ്പകൾ ഇവിടെ നട്ടിട്ടുണ്ട്? ഇപ്പോൾ 200 ചൂട് കപ്പയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ശരിക്കും നോക്കിയാൽ കപ്പ ഒരു ലാഭകരമായ പരിപാടി തന്നെയാണ്. അത് എലിയുടെ ശല്യം കൊണ്ടുള്ള വിഷമം അത് കാരണം മനസ്സ് പിടിച്ചു പോയി ചെയ്യുന്നതിന് മനസ്സ് പിടിക്കും. അടുത്ത് നമ്മൾ കപ്പകളിലേക്ക് പോകാം. കപ്പ ഇപ്പോൾ നമുക്ക് മാറ്റി നോക്കാം. ഒരു കപ്പ മാറ്റി കപ്പ നോക്കാം. ആ കപ്പയുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. എലി ശല്യം കണ്ട സാർ, ഇതാണ് മൊത്തം എലികൾ ശല്യം. നമുക്ക് ഈ ഒരു നല്ല കപ്പ തന്നെ മാറ്റി നോക്കാം. ശരി, ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം. കപ്പ ഇത്രയും വലുതായ ശരിക്കും നല്ലോണം വേര് വെച്ച് കാണുമല്ലോ അല്ലേ? വേര് വെച്ച് കാണും. പക്ഷേ പിന്നെ ഈ മഴ ഇങ്ങനെ നിന്ന കാരണം വേരിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതിനെ പറ്റി അറിയില്ല. കപ്പ പോയിരിക്കുന്നത് കപ്പയാണ്. വേണ്ട, കപ്പ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മാന്തി കഴിഞ്ഞാൽ കപ്പ വണ്ണം വെച്ച് വരുന്നുണ്ട്. അതായത് എലി കയറിയിട്ടുണ്ട്. എലി കയറി തിന്നത് എലി കയറിയിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ വേര് വണ്ണം വെക്കണം. ഇവിടെയൊക്കെ എലിയുന്നതിൻ്റെ ബാക്കിയാണ് കിടക്കുന്നത്. ഇത് എലി കയറിയിട്ടുണ്ടോ? എലി കയറിയിട്ടുള്ളതാണ്. എന്നാൽ പോലും കപ്പയുണ്ട്. എലി കയറിയിട്ടുണ്ട് എങ്കിലും കപ്പയുണ്ട്. ഉണ്ടോ? ഇതങ്ങ് പോവും. അങ്ങ് പോകുന്നുണ്ട്, ഇങ്ങോട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ എലി പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മണം അവൻ പിടിച്ചെടുത്ത് എലി ഒന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം മൂടിയിടാം. ഇതൊന്ന് നോക്കാൻ വേണ്ടി മാത്രം. ഇതിൻ്റെ കപ്പ പറഞ്ഞ് താഴത്തോട്ട് പോയിട്ടുണ്ടാവും. സൈഡിലോട്ട് പോകുന്നുണ്ട്. അത് നോക്കാം. ഇങ്ങനെ ഇത് ഇത്രയും വലുതായാൽ മതിയോ? അതോ ഇനിയും ഇത് വലുതാവും? ഇനിയും വലുതാവും. കപ്പ വലുതാവും. കപ്പയ്ക്ക് വണ്ണം വയ്ക്കും. ഇനി വെയിലുള്ളൂ, കൂടുതൽ വെള്ളം പാടില്ല. ഇനിയിപ്പോൾ ഇത് വണ്ണം വെച്ച് ഇതിനിപ്പോൾ ഇളകിയ മണ്ണായത് കാരണം അങ്ങ് നീണ്ടു പോകും. ഇപ്പോൾ ഈ പുതിയ മണ്ണും ഉപ്പ് കലർന്നുള്ള മണ്ണായത് കാരണമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളരാത്തത്. വളം കുറവാണ്. വളം കുറവാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇടുമ്പോൾ ശരിക്കും ഉണ്ടാവും. മണ്ണ് ഇളക്കി കൊണ്ടുവന്ന് ഇട്ടാൽ മതി, ശരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത് തൽക്കാലം മൂടി വെച്ചേക്കാം നമുക്ക്. കപ്പ കണ്ടല്ലോ, ഇത് കണ്ട കപ്പയുടെ എടുത്താൽ ഇത് കണ്ട. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ എല്ലാ വശത്തും കപ്പയുണ്ട്. മൂടിയേക്കല്ല. മൂടാം.
ഇവിടെ. അപ്പോൾ കപ്പ വളത്തിനെ കുറിച്ച് വിലയേറിയ നിർദ്ദേശങ്ങൾ തന്ന പ്രസാദിനും ഈ സൗകര്യം ഉറക്കി തന്ന രാഗസുദ്ധിക്കും ഞങ്ങളുടെ വിലയേറിയ നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്തെങ്കിലും കപ്പ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ എന്തെങ്കിലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എലി വരാത്ത രീതിയിൽ എലി ശല്യം ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ കപ്പ ഇടുന്നത്. അത് കഴിയാവുന്നതും മഴ തുടങ്ങുന്നതിന് മുമ്പ് പറിക്കാവുന്ന രീതിയിലുള്ള 6 മാസ കമ്പുകൾ തന്നെ ആയിരിക്കണം കപ്പ നടാൻ ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്.